ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അറിയില്ല ആൾക്കാർക്ക്. ഗ്രാമത്തിൽ പ്രത്യേകിച്ചും സോപ്പൊന്നും ഇല്ല, കുളിക്കാനൊന്നും സോപ്പില്ല. അങ്ങനത്തെ ഒരു കാലം വാകപ്പൊടി, പച്ചപ്പയറിൻ്റെ പൊടി, കടലപ്പൊടി ഇതെല്ലാം മേല് തേച്ചിട്ടാണ് എല്ലാവരും കുളിക്കുക. അപ്പോൾ ആ കാലത്തിൽ ഗ്രാമത്തിലൊരമ്മയുടെ മകൻ പെനാങ്കിൽ നിന്ന് ലീവിൽ വന്നു. ലീവിൽ വന്നപ്പോൾ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. അമ്മേ, ആ പറ. ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് വാ. പുഴയിൽ കുളിച്ചിട്ട് കുറേ കാലമല്ലേ, കുളിച്ചിട്ട് വാ. അതെ അതെ, നമ്മുടെ അടുത്ത് തന്നെയുള്ള സോപ്പ് കൊടുത്തില്ലേ ഞാൻ, ആ സോപ്പ് അവിടെ അമ്മ, ഞാൻ മേളോണ്ട് കഴുകിയിട്ട് വരാം. ആ സോപ്പ് ഞാൻ കുളിച്ചു. നീ വേറെ സോപ്പ് എടുത്തേ? അതില്ല അമ്മ, ഇന്നലെ കൊടുത്തില്ലേ ഒരു വലിയ സോപ്പ്, അതാണ് ചോദിക്കണേ എവിടെയാണ്. അയ്യോ, അത് ഞാൻ കുളിച്ചേ. കുളിക്കേ ഇത്ര വേണ സോപ്പ്? ഞാൻ ഇന്നലെ എന്താ ചെയ്തറിയോ, സോപ്പ് കണ്ടപ്പോൾ എനിക്ക് കുളിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നി. സോപ്പ് തേച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ അതുവരെ. ഞാൻ നേരെ എണ്ണയൊക്കെ തേച്ചിട്ട്, മേലെ എണ്ണയൊക്കെ തലയിലൊക്കെ തേച്ചിട്ട് നമ്മുടെ പുഴയ്ക്ക് പോയി കുളിക്കാൻ. അവിടെ നീ കണ്ടിട്ടില്ലേ കുട്ടിക്കാലത്ത് ഒരു കല്ലിൻ്റെ മുകളിൽ താളിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുഴിയൊക്കെ? അതിൽ ഈ സോപ്പ് വെച്ചിട്ട് നല്ലോണം കുത്തിച്ചതച്ചു, കല്ലുകൊണ്ട് കുത്തിച്ചതച്ചിട്ട് നല്ലോണം അരച്ചു. അതിനെ അരച്ചിട്ട് പേസ്റ്റ് അരച്ചിട്ട് പേസ്റ്റ് മാതിരിയാക്കി അത് എടുത്തിട്ട് മേലൊക്കെ തേച്ച്, മുഖമൊക്കെ തേച്ചിട്ട്, എല്ലാം തേച്ചിട്ട് അങ്ങനെയൊക്കെ തേച്ച് നന്നായിട്ട്. അപ്പോഴേക്കും എൻ്റെ മേല് മുഴുവനെ നൊര, വെള്ളത്തിന് മുഴുവനെ നൊര. എന്തായാലും നല്ല വാസന, സുഖമായിട്ട് കുളിച്ചിട്ട് വന്നു സോപ്പിട്ടിട്ട്. അതാ ഞാൻ പറഞ്ഞത്. അമ്മേ, സോപ്പ് എങ്ങനെ കുളിക്കാൻ അറിയാം? ആദ്യം പുഴയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മുകളിൽ വെള്ളം ഒഴിക്കാം, അങ്ങനെ മുങ്ങി എഴുന്നേൽക്കാം. അതിനുശേഷം ഈ സോപ്പ് എടുത്തിട്ട് അങ്ങനെ മേലെ തേച്ച് ഉരച്ച് തേച്ചിട്ട് കുളിക്കണം. അങ്ങനെയാണ് കുളിക്കുന്നത്. അമ്മയെ പോലെ ചട്നി അരയ്ക്കണ പോലെ സോപ്പ് കൊണ്ടുപോയിട്ട് അവിടെ കല്ലിൽ വെച്ചിട്ട് അതങ്ങനെ അരച്ചിട്ട് മുകളിൽ തേച്ച് ഇങ്ങനെ കുളിക്കാം. എനിക്കെന്താടാ അറിയാം അതിനെപ്പറ്റി? ഞാൻ ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീ, ഇവിടെ സോപ്പ് ആർക്കും അറിയില്ല. നീ പറഞ്ഞു തരണ്ടേ എങ്ങനെ കുളിക്കുക, സോപ്പ് തേക്കുക എങ്ങനെയെന്ന് പറഞ്ഞു തരണ്ടേ? സോപ്പ് കയ്യിൽ തന്നാൽ അത് കുളിക്കണ വിധവും പറഞ്ഞു തരണ്ടേ? പുഴയ്ക്ക് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ട് പോകാറില്ലേ? ഇതെല്ലാം ഒരു കുറ്റാക്കോ? വേറെ സോപ്പ് എടുത്ത് പോയി കുളിച്ചിട്ട് വാ. ഈ അമ്മയുടെ ഒരു കാര്യം